എല്ലാവർക്കും നമസ്കാരം. ഫിംഗർ പ്രിന്റ് സെർച്ച് ഇൻ കേരള പോലീസ് എക്സാം ഇത് ഡിസംബർ 18 എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഈ എക്സാമിന് ഇത്ര ദിവസം മുന്നേ, ഏകദേശം 9-10 ദിവസമേ ഉള്ളൂ. ഇന്ന് 9-ാം തീയതിയാണ്, 18-ാം തീയതി എക്സാം ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ഷോർട്ട് ഡേയ്സിനിടയ്ക്ക് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറില്ല, അപൂർവമായിട്ട് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. ഇവിടെ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇത് ഞാൻ ബേസിക്കലി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. പിന്നെ നമ്മൾ വിചാരിക്കുകയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു റിസൾട്ട് വന്നു കഴിയുമ്പം അത് ഷോർട്ട് ലിസ്റ്റ് ആകട്ടെ, മെയിൻ ലിസ്റ്റ് ആകട്ടെ, ഞാനിപ്പോൾ മെയിൻ ലിസ്റ്റിനെ പറ്റി മാത്രം പറയുകയാണ്. മെയിൻ ലിസ്റ്റ് വന്നു കഴിയുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ലിസ്റ്റിലെ ആദ്യത്തെ 10-നുള്ളിൽ നിങ്ങൾ വരണം. സെയിം ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. മാസ്റ്റർ അക്കാഡമിക്കുള്ളത് എന്ത് തന്നെയാണ്, ആദ്യത്തെ 10-നുള്ളിൽ നമുക്ക് വരണം, നമ്മുടെ കുട്ടികൾ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഭാഗ്യത്തിൽ നമ്മുടെ ഒരുപാട് കോഴ്സുകൾ അങ്ങനെ ഉണ്ട്. 1-ാം റാങ്ക് തന്നെ 11 പരീക്ഷയ്ക്ക് നേടി. ഫുഡ് സേഫ്റ്റി ഓഫീസർ ആദ്യത്തെ 5 റാങ്കിൽ 4 പേര് മാസ്റ്റർ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പരീക്ഷ നേടിയിട്ടുണ്ട്. ഇനി ഫിംഗർ പ്രിന്റ് സെർച്ചിന്റെ റിസൾട്ട് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിലേക്ക് വരും. 1 വർഷത്തിന് മുന്നേ 6 മാസം റിസൾട്ട് വരും. ഈ 6 മാസത്തിനുള്ളിൽ ഫിംഗർ പ്രിന്റ് സെർച്ച് റിസൾട്ട് വരുമ്പം അവിടെയും ടോപ്പ് റാങ്ക് റിസൾട്ട് 1-ാം റാങ്ക് ഉൾപ്പെടെ നേടണമെങ്കിൽ വെറുതെ വന്ന് പറഞ്ഞിട്ട് പോയാൽ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് നമ്മുടെ സിലബസ് ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഫിസിക്സ് നമ്മൾ കുറെ മുന്നേ തീർത്തു. ശേഷം കെമിസ്ട്രി പെൻഡിങ് ആയിരുന്നു, അത് നമ്മളെല്ലാം തീർത്തിട്ടുണ്ട്. ഇനിയുള്ള കുഞ്ഞു എന്തൊക്കെയോ ചെറിയ ടോപ്പിക്സ് ആണ്, അത് കുട്ടികളുമായിട്ട് റെഫറൻസ് ചെയ്ത് നമ്മൾ എടുക്കും. കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിന് കിട്ടും. അതായത് ഒരു ചോദ്യത്തിന് ആൻസർ എങ്ങനെ വന്നു എന്നറിയണ്ടായോ, അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. അതും കൂടാതെ ഓരോ മൊഡ്യൂൾ അനുസരിച്ച് മാക്സിമം ചോദ്യങ്ങളും ആൻസറുകളും നിങ്ങളിലേക്ക് എത്തിക്കും. അതെന്തിനാ അങ്ങനെ എത്തിക്കുന്നത്? എന്താ, ഇനി ഏകദേശം 8-9 ദിവസമുണ്ട്. എപ്പോഴും നിങ്ങൾ വീഡിയോ കാണണമെന്നില്ല. ഫിസിക്സിനെയൊക്കെ നേരത്തെ കുറെ പഠിച്ചതാണ്. കെമിസ്ട്രി നിങ്ങളെ എനിക്കൊന്ന് നോട്ടിഫിക്കേഷൻ വന്ന അന്നോട്ട് മെയിൻലി ഫോക്കസ് പഠിച്ച കെമിസ്ട്രിയാണ്. ഇപ്പൊ നമ്മുടെ സിലബസ് ഏകദേശം തീർന്നു കഴിഞ്ഞു, അത് പഠിച്ചതാണ്. ഇനി എന്ത് ചെയ്യണം? മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ 3. 1, കൺഫർമേഷൻ വന്ന അന്ന് തൊട്ട് നമ്മൾ ഡെയിലി എക്സാം ഇടുന്നുണ്ട്. ആ ഡെയിലി എക്സാം 1 വട്ടം ചെയ്താൽ പോരാ, മിനിമം അത് 5 വട്ടം ചെയ്യണം. പോസിബിൾ ആണോ? ആണ്, നടക്കും. എക്സാം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, വീഡിയോ കാണുന്ന കാര്യമല്ല പറഞ്ഞത്. എക്സാം ചെയ്യുന്ന കാര്യം 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസ് വീണ്ടും തരും. ഞങ്ങൾ ഇട്ടത് കൂടാതെ, ഡേ എക്സാം കൂടാതെ ഓരോ മൊഡ്യൂൾ ബേസ് ആയിട്ട് ക്വസ്റ്റ്യനും ആൻസർ ഇനിയും തരും. അത് പഠിക്കണം. അതൊക്കെ അവസാന ടൈം ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരപ്പെടുന്നത്. ഓക്കെ. 3-ാമത്തെ കാര്യം, ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ. ഓൾറെഡി ഫിസിക്സിനകത്ത് ക്ലാസ്സിനിടയ്ക്ക് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. കെമിസ്ട്രിയുടെ ഇപ്പൊ എല്ലാം കൂടെ ഒന്ന് ചിങ്ക് തരും. ഓൾറെഡി അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, ഇനിയുള്ള 9 ദിവസവും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോയാൽ, ഒരു 2-3 ദിവസം കെമിസ്ട്രി പഠിച്ചെടുക്കാൻ വേണം, ഇല്ലെന്ന് പറയുന്നില്ല. ബാക്കിയുള്ള ദിവസങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ ചെയ്താൽ, ഞങ്ങളുടെ മാക്സിമം ക്വസ്റ്റ്യൻ PDF, ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ PDF മാക്സിമം ചെയ്തു പോയാൽ, ഞങ്ങളുടെ റെക്കോർഡ്, ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് നന്നായിട്ട് ചെയ്തു പോയാൽ, ഉറപ്പ് ഞാൻ പറയാം, ഉയർന്ന റാങ്ക് കിട്ടും. ഇനി ഞാൻ ഇതെല്ലാം പറയാനുള്ള കാരണം പറയട്ടെ. എക്സ്പീരിയൻസ് വലിയ ഘടകമാണ്. കഴിഞ്ഞ ദിവസം MBBS യോഗ്യതയുള്ളവർക്കുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഒരു കുട്ടി അയച്ച മെസ്സേജ് എനിക്കുണ്ട്. അതായത്, സാറേ, മാസ്റ്റർ അക്കാഡമിയുടെ മോഡൽ എക്സാം പോലെ തോന്നി. മാസ്റ്റർ അക്കാഡമി നടത്തിയ മോഡൽ എക്സാം പോലെയാണ് പരീക്ഷ തോന്നി. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ട്. ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ പല ചോദ്യങ്ങളും അതേ കണക്ക് വന്നു, അതേ പാറ്റേൺ വന്നു. ആ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ സിമിലാരിറ്റി തോന്നി, പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ മാറ്റാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ മിനിമം 5 വട്ടം ചെയ്ത് നോക്കണം. ഞങ്ങൾ തരുന്ന PDFകൾ പ്രിന്റ് എടുത്ത് മാക്സിമം വായിച്ചു നോക്കണം. ഡിസ്കഷൻ ക്ലാസ്സുകൾ 100% ഉപകാരപ്പെടുത്തണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ എന്ത് വേണം? ഉറപ്പായിട്ട് ഉയർന്ന റാങ്ക് കിട്ടും. ഇനി അവിടെ നിന്ന് പറയും, അവസാന നിമിഷം വന്ന് ഇങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അവസാനത്തെ 9 ദിവസം നമ്മൾ ജോലിക്ക് പോകേണ്ട ദിവസങ്ങളല്ല, നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആവേണ്ട ദിവസങ്ങളല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം ഇതിനു വേണ്ടി മാറ്റി വെക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഐഡന്റിറ്റി ആകുമ്പോൾ അത് ജോലിയാണ്, ഫിംഗർ പ്രിന്റ് സെർച്ചർ. നാളെ അറിയപ്പെടുന്നത് ആ ജോലിയുടെ പേരിലായിരിക്കണം. അതിനുവേണ്ടി 8-9 ദിവസം നിങ്ങൾ മാറ്റി വെച്ച് ഫുൾ ടൈം ഇതിനു വേണ്ടി നിൽക്കണം. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടുപിടിക്കണം, PDF വായിക്കണം, എക്സാമുകൾ മാക്സിമം ചെയ്യണം. ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിലോ, എന്തെങ്കിലും കേസോട്ട് പോവുകയാണെങ്കിലോ, ഫോൺ എടുക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്തത് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വലിയ വിജയം നേടാൻ പറ്റും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.